അപ്പോൾ നമുക്ക് ഈവനിങ് വാക്കിന് പോയാലോ? പറയുമ്പോൾ ഭയങ്കര കാര്യമായിട്ടൊക്കെ പറയണ്ടല്ലേ, പക്ഷെ ചുമ്മാതാ. ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ചെറിയ നടപ്പുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടി കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ പിള്ളേരെ കൊണ്ടുപോകും, ചിലപ്പോൾ അവരെ കൊണ്ടുപോകില്ല. അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നടത്തം നടക്കില്ല, അവരുടെ പുറകെ കയറുന്ന ഓടണം. അതുകൊണ്ട് മിക്കവാറും അവരില്ലാതെ ഈക്കോളും ഞങ്ങൾ നടക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നടത്തത്തിന് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും കൂടി വാങ്ങിക്കണം. അപ്പോൾ അതും കൂടി കണക്കാക്കിയാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ആ പാലത്തിൻ്റെ അടിയിൽ ഒരു പട്ടി പ്രസവിച്ച് കിടക്കണ്ട, 2 പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്. 2 അല്ല കേട്ടോ, വേറെ ഉണ്ടായിരുന്നു. അത് കാണാൻ നല്ല ക്യൂട്ടൊക്കെ ആയിരുന്നുകൊണ്ട് അതൊക്കെ ആരും കൊണ്ടുപോയി തോന്നി. ഈ 2 പട്ടിക്കുഞ്ഞുങ്ങളിൽ എന്നെ ആരും കൊണ്ടുപോയില്ല. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ ഓടി വരുക കേട്ടോ. ഇത് തന്നെയാണ്. അപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു കേട്ടോ. എന്ന് പറഞ്ഞാൽ കാലയിലോട്ട് കയറി വരും. അപ്പോൾ തള്ളേം വന്നുണ്ട്, ഇനി വല്ല കടിക്കൂല്ലെന്ന് ഓർത്തിട്ട് ഞാൻ പേടിച്ചു പോയി. പക്ഷെ പുറകെ കളിച്ച് ഓടി വരും കേട്ടോ. നല്ല ക്യൂട്ടാണ്, കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇതിലും രസമായിരുന്നു, ഒരു വൈറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്ക് ആരോ പിടിച്ചുകൊണ്ട് പോയേ. അപ്പം ഞങ്ങൾ പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് പോകുന്നു കേട്ടോ. ചെന്നിട്ട് അധികം ഒന്നും വാങ്ങിക്കാനുണ്ടായില്ല. ഞങ്ങൾ 2 ദിവസം കൂടുമ്പോൾ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുള്ളൂ, അധികം വാങ്ങിക്കില്ല. അപ്പോൾ അവിടെ പച്ചക്കറിക്ക് വില കുറവാട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി കണ്ട റോഡിൽ എന്തരം വേസ്റ്റാണ്. ഇന്നാളും ഞാൻ ഈ വേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നത്, ഇപ്പോഴും പറയുന്നുണ്ട് വേസ്റ്റിൻ്റെ കളി കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ഈ മണ്ണ് ഇങ്ങനെ കൊണ്ട് നിർത്തിയേക്കണേ. ആ മണ്ണ് അങ്ങനെ ഇട്ടേക്കണോണ്ട് എന്താ ബുദ്ധിമുട്ടെന്ന് അറിയാം. നമുക്ക് സൈഡ് കയറുന്ന് പോകാൻ പറ്റില്ല. വണ്ടി വരുമ്പോൾ നമ്മൾ റോട്ടിൽ കൂടി പോകണം, ആ സൈഡ് വരുമ്പോൾ. അപ്പോൾ വണ്ടി വരുമ്പോൾ നമുക്ക് ഒതുങ്ങാൻ സ്ഥലമില്ല. ആ റോഡ് ചേർത്ത് അവർ ആ മണ്ണിട്ടേക്കണം. അത് എന്തിനാണോ കൊണ്ടുവന്ന് ഇട്ടേക്കണത് ദൈവത്തിന് അറിയാം. എന്നാൽ നികത്താൻ പാടില്ല, അതും ചെയ്യില്ല. അതിൻ്റെ ഇടയിൽ കുറേ പട്ടികൾ കുറച്ചുകൊണ്ട് വന്നു. മൊത്തത്തിൽ പട്ടിയും സാധനങ്ങളും എല്ലാം കൂടി ആയിട്ട് നമുക്കതിൽ നടക്കാനേ പറ്റാത്തൊരവസ്ഥ കേട്ടോ. എന്തരം പട്ടിയാണെന്നറിയോ? ഈ വേസ്റ്റൊക്കെ ഇങ്ങനെ ആളുകൾ കൊണ്ടുവന്ന് ഇരുന്നുകൊണ്ടാണ് ഈ പട്ടി ഇങ്ങനെ വന്നെ. ഈ വേസ്റ്റൊക്കെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമായിട്ട് വെക്ക്, ഇങ്ങനെ നാട് നീളം ഇടാതിരിക്കുക. അങ്ങനെ ഇടുമ്പോഴാണ് ഈ പട്ടിയുടെ ശല്യം ഇത്രയും കൂടണത്. ഇത് കണ്ട എല്ലായിടത്തും വേസ്റ്റാണ്, ഇങ്ങനെ കവറ് കെട്ടിക്കൊണ്ടുവന്ന് ഇട്ടേക്കുക. അതെ, ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ ആ പട്ടി ഞങ്ങളുടെ അടുത്തോട്ട് ഓടി വരും. അപ്പോൾ എൻ്റെ കയ്യിൽ കവറ് കണ്ടപ്പോൾ പട്ടി പുറകെ വരും കേട്ടോ. ഇനി അതിൽ വല്ല ഇറച്ചിയ മീനാണോ എന്ന് ഓർത്തിട്ട് അയക്കോള് പുറകെ വന്നത്. ആ കുഞ്ഞു പട്ടികൾ അവിടെ നടക്കണ്ടിട്ട് അവർ ആ പാലത്തിൻ്റെ അടിയിൽ തന്നെ. അവിടെയും കുറേ പട്ടികളുണ്ട്. ചില നേരം ഇതിങ്ങ കുരച്ചുകൊണ്ട് വരും. ഇന്നാളെ ഞാൻ ഇതുപോലെ പോയപ്പോൾ കുരച്ചുകൊണ്ട് വന്നിട്ടോ. പക്ഷെ ഇന്നെന്തോ വലിയ ശല്യമൊന്നും ചെയ്യണില്ല. പക്ഷെ പുറകെ വരും. അവിടെ ഇവിടെ ഒരെണ്ണം കിടക്കണുണ്ട്. 3-4 പട്ടികളുണ്ട്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ നല്ലോണം സന്ധ്യ ആയിട്ടോ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ പാലത്തിൻ്റെ മേളിയിട്ട് കാണാൻ നല്ല രസമല്ല. ഞങ്ങൾ അധികം നേരം നിന്നില്ല, ഞങ്ങൾ വേഗം വീട്ടിയിട്ട് പോകുന്നു. കുറച്ച് നേരം ആയില്ലേ പോന്നിട്ട്. അപ്പോൾ പിന്നെ അവരവിടെ ഇരുന്ന് നോക്കിയിരിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.